ഞാനിന്നിവിടെ ഒരു ബനാന കേക്ക് ഉണ്ടാക്കുന്നത്. 2 പഴവും 1 മുട്ടയുണ്ടെങ്കിൽ ആർക്ക് വളരെ എളുപ്പത്തിൽ ഫ്രൈ പാനിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി അമർത്തുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. ബനാന കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് പഞ്ചസാര കാരമൽ ചെയ്തെടുക്കണം. ഒരു ഫ്രൈ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാം. ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് കാരമൽ ചെയ്തെടുക്കാം. കാരമൽ ആയിട്ടുണ്ട്. ഈ ഒരു കളർ വരുമ്പോൾ നന്നായി ഡാർക്ക് ആകണ്ട. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഞാൻ ഇവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നമ്മൾ പഴം പൊരിക്ക് എടുക്കുന്നില്ല, അതുപോലത്തെ നേന്ത്രപ്പഴം എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് നേന്ത്രപ്പഴം ഇല്ലെങ്കിൽ റോബസ്റ്റപ്പഴമോ അല്ലെങ്കിൽ ചെറുപഴമോ ഏതും ഉപയോഗിക്കാം. ഒരു നേന്ത്രപ്പഴം 3ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ട് നമുക്കിത് ആ നേരത്തെ റെഡിയാക്കി വെച്ച കാരമലിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് കേക്കിന് ആവശ്യമായ ബാറ്റർ ശരിയാക്കണം. അതിനുവേണ്ടി ഞാൻ ഒരു ബോൾ എടുത്തിട്ട് അതിലേക്ക് 1 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ഓയിൽ വെച്ച് കൊടുക്കുക. 1/2 കപ്പ് പഞ്ചസാരയും ചേർത്തിട്ട് പഞ്ചസാര അലിയുന്നവരെ ഒന്ന് അടിച്ചെടുക്കാം. പഞ്ചസാരയൊക്കെ നല്ലപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പാലും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 ഡ്രോപ്പ് വനില എസൻസ് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന് മൈദ അരിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു അരിപ്പിലേക്ക് 1 കപ്പ് മൈദയും 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ചേർത്തിട്ട് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത മൈദ 2 പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ കലക്കിയെടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കട്ടകളൊന്നും ഇല്ലാതെ ഇളക്കി യോജിപ്പിച്ച് ഈ ഒരു പരുവത്തിൽ ഈ ഒരു ലൂസിലാണ് ഉണ്ടാകുക. നമുക്കിത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പഴമൊക്കെ വെച്ച് കൊടുത്തില്ല ആ ഒരു ഫ്രൈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായി ഒഴിച്ചു കൊടുത്ത് അതിനെ ഒരു അടപ്പെടുത്ത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. ഇനി ഇതൊരു ടൂത്ത്പിക്കോ അല്ലെങ്കിൽ ഒരു ഇരിക്കലോ എന്തെങ്കിലും എടുത്തിട്ട് കുത്തി നോക്കാം. ഇതിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ കേക്ക് വെന്തിട്ടുണ്ട്. ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രൈ പാനിൻ്റെ മേലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് നമുക്കിത് കാണിച്ച് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ലൊരു മണം, കാണാനും നല്ലൊരു ഭംഗിയുണ്ട്. നമുക്കിത് വീണ്ടും അതേ ഫ്രൈ പാനിലേക്ക് മെല്ലെ ഇട്ട് കൊടുക്കാം. അടിഭാഗം കൂടി ഒരു മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. നല്ല ബനാന കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ജ്യൂസി, നല്ല സോഫ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.